ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 11ാമത്തെ പാഠമായ മിന്നി മിനുങ്ങും മിന്നാമിന്നി എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ചെറുതായി ചെറുതായി വലുതായി വലുതായി. അമ്പിളി മാമനെ നിരീക്ഷിക്കൂ. അമ്പിളി ചെറുതാവുന്നതും വലുതാവുന്നതും ചിത്രീകരിക്കൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്പിളി മാമൻ ഇങ്ങനെ ചെറുതായി ചെറുതായി പിന്നെ അത് വലുതാകും അല്ലേ? പിന്നെ അത് ആ വലുതിൽ നിന്ന് ഇങ്ങനെ ചെറുതായി ചെറുതായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെയാണ് ചിത്രം വരച്ച് ചേർക്കേണ്ടത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിനി വലിയ ക്ലാസ്സിൽ പഠിക്കും. കഥ പൂർത്തിയാക്കാം, പേര് നൽകാം. കണ്ടില്ലേ, ആകാശത്ത് വെള്ള കളറിലുള്ള ഒരു മഴവില്ല്. പണ്ട് പണ്ട് മഴവില്ലിന് നിറങ്ങൾ ഉണ്ടായിരുന്നില്ല. തന്നെ ആർക്കും കാണാനാവാത്തതിൽ അതിന് വലിയ സങ്കടമായിരുന്നു. അപ്പോൾ പണ്ട് മഴവില്ലിന് നിറങ്ങൾ ഉണ്ടായിരുന്നില്ല, വെള്ള കളറായിരുന്നു. അപ്പോൾ ആർക്കും പ്രത്യേകിച്ച് മഴവില്ലാണോ എന്നൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് മഴവില്ലിന് വളരെ സങ്കടമായിരുന്നു. മഴവില്ല് ആകാശത്തു നിന്ന് താഴേക്ക് നോക്കി. എങ്ങും നിറമുള്ള കാഴ്ചകൾ. ചെടികൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം മനോഹരമായ നിറങ്ങളുണ്ട്. തനിക്ക് മാത്രം നിറമില്ല. അപ്പോൾ ആകാശത്തു നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ചെടികൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ മനോഹരമായ നിറങ്ങളുണ്ട്. മഴവില്ലിന് മാത്രം നിറമില്ല. മഴവില്ലിന് കൊതിയായി. അത് താഴേക്ക് നോക്കി ചോദിച്ചു, ഇത്തിരി നിറം എനിക്ക് തരാമോ? അതിനെന്താ, ചുവപ്പ് നിറം ഞാൻ തരാം, ചെമ്പരത്തി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ മഴവില്ല് കൊതിയായിട്ട് താഴേക്ക് നോക്കി ചോദിച്ചു, കുറച്ച് നിറം തരാമോ എന്ന്. അത് കേട്ടപ്പോൾ ചെമ്പരത്തി ചുവപ്പ് നിറം തരാമെന്ന് സമ്മതിച്ചു. പിന്നാലെ ഒരു ഓറഞ്ച് പഴം എത്തി തൻ്റെ നിറം പങ്കുവച്ചു. അപ്പോഴാണ് ഒരു സൂര്യകാന്തി ചിരിച്ചുകൊണ്ടുവന്ന് തൻ്റെ മഞ്ഞ നിറം നൽകിയത്. ചെമ്പരത്തി ചുവപ്പ് നിറം നൽകിയപ്പോൾ അത് കണ്ട ഓറഞ്ച് എന്ത് ചെയ്തു? തൻ്റെ ഓറഞ്ച് നിറം കൊടുത്തു. അത് കണ്ട സൂര്യകാന്തി മഞ്ഞ നിറവും മഴവില്ലിന് കൊടുത്തു. ഇപ്പോൾ 3 നിറമായി അല്ലേ? പുൽനാമ്പുകൾ മഴവില്ലിന് പച്ച നിറം നൽകി. തെളിഞ്ഞ ആകാശം മഴവില്ലിന് നീല നിറവും സമ്മാനിച്ചു. തുടർന്ന് മനോഹരമായ ഒരു വയലറ്റ് പൂവ് വന്ന് തൻ്റെ നിറവും നൽകി. അപ്പോൾ പുൽനാമ്പ് പച്ച നിറം കൊടുത്തു, ആകാശം നീല നിറം കൊടുത്തു, ഒരു വയലറ്റ് പൂവ് തൻ്റെ വയലറ്റ് നിറവും കൊടുത്തു. അങ്ങനെ 6 നിറമായി ഇപ്പോൾ മഴവില്ലിന്. എളുപ്പം കിട്ടാത്ത ഒരു നിറം എനിക്കുണ്ടല്ലോ. മയിൽ പറന്നെത്തി. ഇൻഡിഗോ നിറം ഞാൻ തരാം. അപ്പോൾ അത് കണ്ടപ്പോൾ മയിൽ പറഞ്ഞു, ഇൻഡിഗോ നിറം ഞാൻ തരാമെന്ന്. മഴവില്ല് തനിക്ക് സമ്മാനമായി കിട്ടിയ 7 നിറങ്ങളും ചേർത്ത് വെച്ചു. അങ്ങനെ മഴവില്ലിന് 7 നിറങ്ങൾ കിട്ടി. ഹായ്, എന്തു ഭംഗി! എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മഴവില്ല് പുഞ്ചിരിച്ചു. അന്നു മുതലാണത്രേ മഴവില്ലിന് നിറങ്ങളുണ്ടായത്. അങ്ങനെ മഴവില്ലിന് എല്ലാവരുടെയും സഹായത്തോടുകൂടി 7 നിറം കിട്ടി. അപ്പോൾ മഴവില്ലിനെ കാണാൻ വളരെ ഭംഗിയായി. നിറമില്ലാത്ത മഴവില്ലിൻ്റെ കഥ വായിച്ചില്ലേ? മഴവില്ലിന് നിറം നൽകാൻ ആരൊക്കെയാണ് വന്നത്? കഥ പൂർത്തിയാക്കി എഴുതൂ. തലക്കെട്ട് നൽകണേ. ആരൊക്കെയാണ് മഴവില്ലിന് നിറം നൽകാൻ വന്നത്? ചെമ്പരത്തി ചുവപ്പ് നിറം, ഓറഞ്ച് പഴം ഓറഞ്ച് നിറം, സൂര്യകാന്തി മഞ്ഞ നിറം, പുൽനാമ്പുകൾ പച്ച നിറം, ആകാശം നീല നിറം, മയിൽ ഇൻഡിഗോ നിറം, വയലറ്റ് പൂവ് വയലറ്റ് നിറം. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം. മഴവില്ലിന് നിറം, വർണ്ണക്കുട വിരിച്ച മഴവില്ല്, മയിലിൻ്റെ സമ്മാനം, നിറങ്ങൾ കിട്ടിയ മഴവില്ല്. അടുത്തത് മഴവില്ല് വരയ്ക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് മഴവില്ല്! ഏതൊക്കെ നിറങ്ങളുണ്ട്? ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ്. ഇങ്ങനെ 7 നിറങ്ങളാണ് മഴവില്ലിന് ഉള്ളത്. മഴവില്ലിൻ്റെ നിറങ്ങളെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വിബ്ജിയോർ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇതിൻ്റെയൊക്കെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർന്നതാണ് വിബ്ജിയോർ. മഴവില്ലുണ്ടാക്കാം പരീക്ഷണക്കുറിപ്പ് എഴുതാം. പരീക്ഷണം 1, സ്പ്രേയർ ഉപയോഗിച്ച് ആദ്യത്തെ ചിത്രം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു വാട്ടർ സ്പ്രേയർ, വെള്ളം ചീറ്റുന്ന കുപ്പി, സൂര്യപ്രകാശം. എങ്ങനെയാണ് ചെയ്യുന്നത്? വെയിലുള്ളപ്പോൾ സൂര്യന് പുറംതിരിഞ്ഞ് നിൽക്കുക. സ്പ്രേയർ ഉപയോഗിച്ച് മുന്നിലെ വായുവിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക. വെള്ളത്തുള്ളികളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ മനോഹരമായ മഴവില്ല് തെളിയുന്നത് കാണാം.
രണ്ടാമത്തെ പരീക്ഷണം കണ്ണാടിയും വെള്ളവും ഉപയോഗിച്ചാണ്. ഒരു പാത്രം വെള്ളം വേണം, ചെറിയൊരു കണ്ണാടി വേണം, വെളുത്ത പേപ്പർ അല്ലെങ്കിൽ ഒരു ഭിത്തി. എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു പാത്രത്തിൽ പകുതിയോളം വെള്ളമെടുത്ത് സൂര്യപ്രകാശം വീഴുന്ന സ്ഥലത്ത് വയ്ക്കുക. കണ്ണാടി വെള്ളത്തിൽ ചരിച്ച് വയ്ക്കുക. കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം ഭിത്തിയിലോ ഒരു വെളുത്ത പേപ്പറിലോ പതിപ്പിക്കുക. പ്രകാശം 7 നിറങ്ങളായി പിരിഞ്ഞ് ഒരു മഴവില്ല് രൂപപ്പെടുന്നത് കാണാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്